ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇ-കൊമേഴ്സ് ബിസിനസ്സിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ് പ്രിൻ്റർ എന്ന് പറയുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന പ്രിൻ്റർ ഏതാണ്, ഏത് എമൗണ്ടിനായിരിക്കും നല്ലത്, അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പ്രിൻ്ററിൻ്റെ ആവശ്യം ഒന്നുമില്ല. നമുക്ക് അടുത്തുള്ള കഫേയിലോ പ്രിൻ്റർ എവിടെയാണോ അവൈലബിൾ അവിടെ പോയിട്ട് നമുക്ക് ലേബൽ എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്ക് ആമസോണിൻ്റെ കേസിൽ വരികയാണെങ്കിൽ ഓർഡറൊക്കെ കൂടി വരുമ്പോൾ നമ്മൾ 3 മണിക്കൂറിനുള്ളിൽ ഒരു ഓർഡർ വന്ന് 3 മണിക്കൂറിനുള്ളിൽ അത് പ്രോസസ്സ് ചെയ്തേക്കണം. അല്ലെങ്കിൽ അക്കൗണ്ട് ഹൈ റിസ്ക് എന്നവർ കാണിക്കും. ആ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആയി പോകാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ആമസോണിനെ സംബന്ധിച്ച് നമുക്ക് ഓർഡർ വരുമ്പോൾ എത്രയും പെട്ടെന്ന് അത് പ്രോസസ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ നമുക്ക് ഒരു പ്രിൻ്റർ വീട്ടിൽ ആവശ്യമായി വരും. നമ്മൾ ആമസോണിലൊക്കെ സീരിയസ് ആയിട്ടാണ് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിൻ്റർ എന്തായാലും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ മീഷോയിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. മീഷോയിൽ നമുക്ക് 2 ദിവസം ലേറ്റായി എന്ന് വെച്ചിട്ട് നമുക്ക് ഒരു പ്രശ്നമില്ല. നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പാക്ക് ചെയ്ത് ലേബൽ ചെയ്ത് കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. യാതൊരു വിധ പ്രശ്നവും ഇല്ല. അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആയി പോവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ആമസോണിൽ അങ്ങനെയല്ല. നമ്മൾ പെട്ടെന്ന് തന്നെ പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പ്രിൻ്ററിൻ്റെ ആവശ്യവും വരുന്നുണ്ട്. അപ്പം ഞാൻ തുടക്ക സമയത്ത് മീഷോയിൽ എനിക്ക് പ്രിൻ്ററിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഞാൻ ആ ടൈമിൽ എനിക്ക് എപ്പോഴും കഫേയിൽ പോയി എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നത് കൊണ്ട് ഞാൻ വീട്ടിൽ ചെറിയൊരു പ്രിൻ്റർ വാങ്ങി. മാക്സിമം വില കുറഞ്ഞതും എനിക്ക് അഫോർഡബിൾ ആയിട്ട് ഉള്ളതും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് വാങ്ങിയതാണ്. ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. 2500 രൂപയ്ക്ക് ആ ഒരു ടൈമിൽ ഓഫറിന് കിട്ടിയതാണ്. പ്രീപെയ്ഡ് ചെയ്ത് 2500 രൂപയ്ക്കകത്ത് വാങ്ങിയതാണ്. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് ഇത് വർത്തായിട്ട് തോന്നി. കാരണം ഒരുപാട് പൈസയൊന്നും പ്രിൻ്ററിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തൽക്കാലത്തേക്ക് ഒരെണ്ണം വാങ്ങി വെച്ചതാണ്. പക്ഷേ ഇത് നമുക്ക് അത്രയ്ക്ക് വർത്തായിരുന്നില്ല. കാരണം ഇതിലുപയോഗിക്കുന്ന കാറ്റ്രിഡ്ജ് തന്നെയായിരുന്നു പ്രശ്നം. 350 കോപ്പി എടുക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ടെങ്കിലും കാറ്റ്രിഡ്ജിന് തോന്നുന്ന പോലെയായിരുന്നു കാര്യങ്ങൾ. ഞാനിപ്പോൾ വാങ്ങിയിട്ട് 3ാമത്തെ കാറ്റ്രിഡ്ജാണ് ഉപയോഗിക്കുന്നത്, ബ്ലാക്ക് മാത്രം. ഇതിൽ എന്തെങ്കിലും സ്റ്റക്ക് ആവുകയോ അല്ലെങ്കിൽ പ്രിൻ്റർ നിന്ന് പോവുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കാറ്റ്രിഡ്ജൊക്കെ ഒന്ന് ഊരി നോക്കി ഇടാനൊക്കെ നോക്കും. ഞാനും അങ്ങനെ ഊരി നോക്കിയിട്ടൊക്കെ ഒരു തവണ ഇട്ടപ്പോൾ അത് കാറ്റ്രിഡ്ജ് വാങ്ങിച്ചിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. മഷി തീരാറേ ആയിട്ടില്ല. അങ്ങനെ ഊരിയിട്ട് ഒന്നിട്ട് നോക്കിയപ്പോൾ പിന്നെ അത് മഷി പിടിക്കത്തില്ല. മഷി തീർന്ന പോലെ ആയിപ്പോയി. പിന്നെ എനിക്ക് 3ാമത് വീണ്ടും വാങ്ങി ഇടേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഊരിയിട്ട് ചിലപ്പോൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ മഷി ചിലപ്പോൾ അതിൽ പിടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് വരും. ഞാൻ അടുത്തുള്ള കടയുള്ളത് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ ഒരു പ്രിൻ്റർ ഇപ്പോൾ ശരിയാക്കി തരുമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ആക്രിക്കടയിൽ കൊണ്ട് കൊടുത്താൽ 100-200 രൂപ കിട്ടുമായിരിക്കും, അല്ലാതെ ആ സാധനം ഇവിടെ ശരിയാക്കുന്നതല്ല. വേണമെങ്കിൽ ഇവിടെ നിന്ന് 10K എബോവ് വരുന്ന നല്ലൊരു ഇങ്ക് ടാങ്ക് പ്രിൻ്റർ കിട്ടും, അത് വാങ്ങിക്കൊണ്ട് പോകും, നല്ല വർത്തായിരിക്കും എന്ന് പറഞ്ഞു എന്നെ തിരിച്ച് പറഞ്ഞു വിട്ടു. അപ്പോൾ നമ്മൾ ഈ കൊമേഴ്സ് ബിസിനസ്സൊക്കെ സീരിയസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ പ്രിൻ്റർ നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിലോ നമ്മൾ ഒരു 10 to 15K വരുന്ന അതിനിടയിൽ വരുന്ന ഒരു ഇങ്ക് ടാങ്ക് പ്രിൻ്ററൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും വർത്താവുന്നത്. അതാവുമ്പോൾ നമുക്ക് മഷി തീരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിറയ്ക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ കാറ്റ്രിഡ്ജൊന്നും വാങ്ങിച്ച് പൈസ കളയണ്ട. മഷി നിറയ്ക്കുക എന്നുള്ളത് അത്ര വലിയ എക്സ്പെൻസും അല്ല. പെട്ടെന്ന് മഷി തീർന്നു പോകുമെന്ന് പേടിക്കുകയും വേണ്ട. ഇങ്ക് ടാങ്ക് പ്രിൻ്ററിലാണെങ്കിൽ 6000 കോപ്പി വരെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഈ കെനോൻ്റെ പ്രിൻ്റർ നമുക്ക് വല്ലപ്പോഴോ പ്രിൻ്റ് എടുക്കാനോ അല്ലെങ്കിൽ കുട്ടികളുടെ എന്തെങ്കിലും ആവശ്യത്തിനാണ് നല്ലത്. ഡെയിലി യൂസ് ചെയ്യാൻ ഇത് അത്ര വರ್ತല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസായിട്ട് ഇൻഷാ അള്ളാ ഇനി വരുന്നതായിരിക്കും.